വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ ബ്ലോഗ്സ്. ഗൈസ് നമ്മൾ നാളെ പോവാണ് ഇവിടുന്ന്. അപ്പൊ അതാണ് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങാണ്. അതെ ഗൈസ്, നമ്മള് നാളെ രാവിലെ അല്ല നാളെ വൈകിട്ട് നമ്മള് പോവാണ്. അപ്പൊ നമ്മള് കുറച്ച് പർച്ചേസ് വലിയ കാര്യത്തിലൊന്നുമില്ല, കുറച്ച് അവിടെ എത്തിയിട്ട് കാണാം. അയ്യോ പിന്നെ ചോറ് കൂടാണ്, നമുക്കിന്ന് എന്തൊക്കെയാ കഴിക്കണം പറയണ്ട. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വരാം. ജിതിനേട്ടാ എപ്പോഴാണ് വരാൻ പറഞ്ഞായിരുന്നേ? 8:45. സമയം എപ്പോഴാ? 9:15. അതെ, ജിതി ചേട്ടൻ നമ്മളടുത്ത് 8:45 വരാൻ പറഞ്ഞായിരുന്നാ. ഇപ്പൊ സമയം കണ്ടോ നിങ്ങള്? 9:15 ആളോട് ചോദിക്കാം എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചു നോക്കാം. നീ ചെന്ന് ചോദിക്കി. എന്താ ലേറ്റ് ആയത്? 8:45 ഇപ്പൊ സമയം നോക്കി 9:15. 8:45 പറഞ്ഞേ. 8 പറഞ്ഞേ. അപ്പൊ 3/4 മണിക്കൂർ ലേറ്റ് ആയി അല്ലേ? ലുലു എത്തിയില്ലോ ഗൈസ്. അങ്ങനെ നമ്മള് ലുലു സൂപ്പർ മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് അല്ലല്ലോ, ഹൈപ്പർ മാർക്കറ്റ് അല്ലേ സ്ഥലം കേട്ടോ? കിസൈസിലുള്ള ലുലു. ഗൈസ് എവിടെ എത്തിയിരിക്കാണ്? ഉണ്ടപ്പാ നിനക്ക് എന്തിനാ ഇവിടെ മേടിക്കാനുള്ള? ഈന്തപ്പഴം ചോക്ലേറ്റ്സും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും മേടിക്കല്ലേ? ഈന്തപ്പഴം ചോക്ലേറ്റും കേട്ടാ, വേറെ ഒന്നുമില്ല കേട്ടാ. ഈന്തപ്പഴം ചോക്ലേറ്റും. ആ പ്ലാസ്റ്റിക് കുപ്പിനകത്തിട്ട് ഞാൻ എത്ര കണ്ടിട്ട് ഞാൻ പൈസ കേട്ടാ? എത്ര കുപ്പി ഇടണം? ഇവരെ വണ്ടിയിൽ നിറച്ചുണ്ടല്ലോ, ഇവര് രണ്ടും കൽപ്പിച്ച് വന്നേക്കണേന്നുണ്ട്. ഉള്ള കുപ്പി കളഞ്ഞില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ ഹരിതസേനയുടെ ആൾക്കാരാണോ? ആ, ഇവിടെ നമുക്ക് പൈസ കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇനി ഇതിരുത്ത ഞാൻ അവനെ ഇവിടെ ഇരുത്താം. വലിയ വണ്ടി എടുത്തോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ കൊണ്ട് നടക്കേണ്ടി വരും. ഉറപ്പണോ? അതെ, ചെറിയ വണ്ടി സേഫ്. എന്തിനാ വണ്ടി ഇന്നില്ല പൊന്നിസ്? എന്റെ പൊന്ന് ചേട്ടാ, ഒരു വിക്സ് മേടിക്കാൻ പോയിട്ട്, ഒരു വിക്സ് മേടിക്കാനേ, ഒരു വിക്സ് ഉണ്ടല്ലോ, വിക്സ് മേടിക്കാൻ പോയിട്ട് 1000-2000 സാധനം മേടിച്ചിട്ട് വന്നവളാ. അമ്മക്കൊന്ന് കാണിക്കൂ. മട്ടരിയ എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് നല്ല സാധനം ഇങ്ങോട്ട് കൊടുത്തോളും. പൊട്ട സാധനം അവിടെ നമുക്ക് വരും. ഏത് സാധനം? സോസേജ്. അതുണ്ടായില്ല ലിസ്റ്റില്. ഇവിടെ കൊറേ സീറ്റ്സും ഡെസേർട്ട് ഒക്കെ ഉണ്ടല്ലോടി. സീറ്റ്സും ഡെസേർട്ട് ഒക്കെ വേണം. ബൽക്കാവിൻ ചെടിയിൽ പറയാ ബക്വാലയാ? ആ ബക്ലാവ. ആശിക്കോട്ടാ ബക്ലാവ കണ്ടാ? ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടാ? മേടിച്ചില്ലേ? ഈന്തപ്പഴം മേടിച്ചില്ലേടി? ഈന്തപ്പഴം മേടിച്ചില്ലേ? ആ ഇതാണോ നമ്മളൊന്ന് മേടിച്ച ആളിയും കൊണ്ടുവന്നത്? ഇനി എന്തൊരു സാധനം ഇത് രസമുണ്ടല്ലോ. ഓയിലില്ലാണ്ട് അവര് ഫ്രൈ ചെയ്യണതാ. ചക്കയും ഫ്രൂട്ട്സും ഒക്കെ. ഇപ്പൊ നീ ഇതുണ്ടോ സാധനം? ബീട്രൂട്ട് ഉണ്ട്. ഇനി എന്തോ വേണ്ടേ? എക്സ്ട്രാ എടുത്തില്ലേ ചേട്ടാ? മിഠായി മേടിക്കും. അത് വണ്ടിക്കകത്ത് കിടക്കണോ? സാധ്യതയാ 750 ഗ്രാം ഫ്രീ കിട്ടും. 1 കിലോ ഉണ്ട്. ഒന്ന് മതിയോ? മേടിച്ചോ. ഫ്രൈഡ് ചിക്കൻ വേണോ? എന്താടി ഫ്രൈഡ് ചിക്കൻ വേണോ? ഫ്രൈഡ് ചിക്കൻ വേണോ? അല്ല സോസേജ്. ആ സോസേജിന് അതിനൊക്കെ ഉണ്ടാവും. ഡേറ്റ് എന്തായാലും ഉണ്ടാവും. അതിനാണ് ഒരു ഓഫറുള്ള എടുക്കണം. ചോക്ലേറ്റ് എടുക്കാം. ഐസ്ക്രീം ഉണ്ട് മനസ്സിലാ? ഐസ്ക്രീം ഒക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ആയിരിക്കും. ഇത് പുറത്തിറങ്ങിയിട്ട് പൊട്ടിച്ച് തിന്നോ? നാട്ടിൽ പോയി തിന്നാനല്ല എടി, ഇതിന് ഭയങ്കര പൈസ കുറവായിരിക്കും. ഐസ്ക്രീമിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. ടേസ്റ്റ് നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഐസ്ക്രീം അല്ല, എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ
ക്വാളിറ്റി കൂടുതലായിരിക്കും. വേണോ? വേണമെന്ന് ഇറങ്ങി മേടിച്ചിട്ട് പുറത്തിറങ്ങിട്ട് തിന്നാം, മെൽറ്റ് ഒന്നും ആവില്ല. ഇനി ചോക്ലേറ്റ് അല്ല, ഇത് ചെറുതാണ്. കൊടുത്താൽ നല്ലതായിരിക്കും. ഈ പാക്കറ്റ് ഇതിലല്ലാണ്ട് ഇത് മറ്റു സാധനമല്ല കേട്ടാ, മാർസ് സാധനങ്ങളൊന്നുമില്ല. മാർസ്, ട്വിക്സ്, ബോണ്ടി, മിൽക്കി വേ. അപ്പൊ ചേട്ടൻ മറ്റേ ഇത് പറഞ്ഞായിരുന്നു, അത് നമ്മള് ഇതാക്കിയില്ലേ? ഇതല്ലേ ലോറിയൽ പാരീസ്, ഇതൊന്നും ലിസ്റ്റിലുണ്ടായില്ലല്ലോ നേരത്തെ പറഞ്ഞാല്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ നാട്ടിൽ വരുമ്പോ വേണ്ടെന്നുണ്ട്. എത്ര വെറൈറ്റി സാധനം കൂടെ കഴിഞ്ഞില്ലേ? സാധനം കഴിഞ്ഞില്ലേ? ഇതിന്റെ മേടിക്കാനുള്ള ഹസിക്കൂട്ടൻ ഇന്ന് തുടങ്ങുന്ന ഷോപ്പാണ്. ട്രയൽ അടിക്കാൻ കൊണ്ടുപോകുന്നതിന് ഇന്ന് കഴിച്ചു. ഇന്ന് നിന്നെ കൂടെ നമ്മളെ കയറ്റിയെടുത്ത് ചേട്ടൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നില്ല. അത് ശരിയാട്ടാ, ഉച്ചയ്ക്ക് വരായിരുന്നു. അല്ലെ, ഇവളെ കൊണ്ട് നിങ്ങളെ കൂടെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടിട്ടാ. പച്ചക്കറി ആയിട്ടില്ല, മന്തി ഇല്ല. മന്തിയിലുള്ള മറ്റേ സബോളയും മറ്റേ ക്യാപ്സിക്കൊക്കെ തിന്നാ മതി. അത് ആള് ചെയ്തോളും. ആളെ അതിന് പറഞ്ഞേ. അല്ല, നീ ഓടിച്ചു നോക്കണ്ട. നിനക്കല്ലോ ഞാൻ കമ്പനി പൂട്ടും. നിങ്ങൾ ഇതൊക്കെ നല്ലത്. അല്ല, ഇതേതാ സാധനം? ബെറീസ് എങ്ങനെയുണ്ട്? എനിക്കും ചേട്ടനെന്ന് പറഞ്ഞിട്ട് എനിക്കുള്ള പകുതി ഇത് ചേട്ടനുള്ളൂ. ഇത് മെൽറ്റ് ആയില്ലേ? ഹസിക്കുട്ടനോടോ തുറന്നടി, തുറന്നേ. എങ്ങനെയുണ്ടപ്പാ? നല്ലതാണ്, ഞാൻ എടുത്തത് നല്ലതാ. വേറെയും കൂടി കൊടുത്ത ആ ചോക്ലേറ്റും അത് വൈറ്റ് അല്ലേ? അത് നല്ല രസമുണ്ട്. കൊതിക്കും. എത്ര പൊട്ടിക്കണ്ട് നീ? അതെങ്ങനെയുണ്ട്? ആ ഫ്ലേവർ എങ്ങനെയുണ്ട്? ചോക്ലേറ്റ് കഴിച്ചു നോക്കണോ? പക്ഷെ ഇവിടെ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ബില്ലൊന്നും വെച്ചിട്ടില്ല അവരില്ലേ? ഈ സാധനമാണ് ഇതിന്റെ ക്രിസ്പി. ഇതെന്തിട്ട് നിന്റെ ഇവിടെ ഇരിക്കണേ? ബാഗ് കാണിച്ചേ. 20,000 ബാഗാ. അതുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ ഉണ്ട്. ലുലാണ്. നമുക്ക് പിന്നെ തിരിച്ചു പോവാം. നിങ്ങൾ എങ്ങനെയാണെന്ന് പറ. നിങ്ങളെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു മുൻകൂർ ജാമ്യം. ആളെ എടുക്കാൻ മുൻകൂർ ജാമ്യം. പിന്നെ ധൈര്യമായിട്ട് കേട്ടാ. അപ്പൊ നിങ്ങള് ടേസ്റ്റ് ചെയ്തോ. കേട്ടത് തലകൊണ്ട് അടിച്ച് പൊളിക്കുന്നത്. അത് ആലോചിച്ചിരിക്കായിരുന്നു. ശരിക്കും തലയില്ലാത്തോണ്ടാണ് ചിലപ്പോ അടിച്ച് പൊട്ടിക്കും. ലാസ്റ്റ് ദിവസം ഇനി അത് മതി. കേട്ടോ, ചിക്കൻ കഴിക്കാണ്ടിരുന്നാ മതി. റൈസ് തിന്നാം. അവിടെ തല അടിച്ച് പൊട്ടിച്ച പാർക്ക് ചെയ്ത് വാ. അവിടെ കളറാവില്ല. അവിടെ മന്തി ചേട്ടാ, ഇത് അടയുള്ളല്ലോ. ആളാടിരുന്നുണ്ടല്ലേ? ഇത് കുറച്ചേരം കഴിയുമ്പോട്ടില്ല, ഒന്ന് എണീറ്റ് വെക്കണം. അപ്പോഴാണ് മറ്റേ ഇറങ്ങി പോകാനുള്ളൂ. വെള്ളത്തിൽ കിടന്നാണല്ലേ. പിന്നെ അതും കഴിഞ്ഞിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ തലയിൽ വെച്ചിട്ട് കിടക്കാം. ഇത് പുതിയതായ കാരണം നല്ല അടിപൊളിയാണ്. ഒരു പൊടിയും സാധനങ്ങളൊന്നും. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പറയാം. നിനക്കിരുന്ന് ശീലമിട്ടില്ല. അല്ല, എനിക്ക് ഈ സാധനം ഉണ്ട്. രസമുണ്ടാ? നല്ല രസമുണ്ടാ? ഇത് എന്നിട്ട് മട്ടനാണോ? ഡോറടിച്ചോട്ടാ. ആടിനാണ് ഒട്ടകത്തിനല്ലേ? ഈ ഒട്ടകല്ല കേട്ടോ ഇയാൾ. അതിനാ ഈ ഇലക്ക് എന്താ പറയുന്നത്? സ്പിനാച്ച്. ജില്ലായിട്ട് നിൽക്കും. ചുമ്മാ കഴിക്കുക. വെറുതെ നേരം പോക്കി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാ. ആണോ? ഇതിങ്ങനെ ഇങ്ങനെ മടക്കി ഇങ്ങനെ ചുരുട്ടിയിട്ട് മറ്റേ മുറുക്കാനൊക്കെ ചുടിക്കുന്നത് ചോദിച്ചോ. ആ സൈഡ് ഇട്ട് ചോദിക്കണേ. ചുണ്ണാൻ പോലും വേണോ? ഫുള്ളി ചടിച്ചോടെ കഴിക്കും.
ആ നാരങ്ങ വെച്ച് കഴിക്കണം. മൊത്തത്തിലിട് കുറച്ച് ചുരുക്കല്ലേ അത് നാരങ്ങ പിഴി. നാരങ്ങ മൊത്തം പിടിയിടി. ഇത് ഗംഭീര സാധനം. എന്നിട്ട് തമാശ കളിക്കല്ലേ? മുറുക്കാനൊക്കെ ചവയ്ക്കുന്നില്ല. എനിക്കറിയാട്ടാ ഉപ്പൊക്കെ എന്നാ ഇച്ചിരി ഇതോടെ ഒഴിച്ചോ. മൊത്തയുടെ വായല് ഇപ്പൊ നല്ല ഉപ്പായിരിക്കും. അതല്ലേ പറഞ്ഞേ രസമില്ലാണോ ഞങ്ങൾ പറഞ്ഞേ. സാധാരണ കയ്പാണ്. എന്തൊക്കെയോ വന്നിട്ടുണ്ട് ഗൈസ്. മട്ടൻ, അത് ചിക്കൻ, ഇത് വേറെന്തോ. ഏത് ഇത് പ്ലെയിൻ റൈസ്. അല്ലല്ല ഇതാണ് അതിന്റെ ഒപ്പം ഉള്ളത്. ഇത് ഇതിന്റെ ഒപ്പമുള്ള സാധനമാണ്. ഇത് കഞ്ഞി പോലെ കുടിക്കണം പറഞ്ഞാല്. ചിക്കൻ അതെട് മതി മതി. മട്ടൻ ഉരുളക്കിഴങ്ങ്. നമുക്ക് തിന്നാം. അതെന്താ ഉരുളക്കിഴങ്ങ്? ഗ്യാസ് ഇതെന്താ സാധനം? നീ ഇവളുണ്ടാക്കടാ ഇവളുണ്ടാക്കണ പറഞ്ഞു നീ പറഞ്ഞു. ഏത് മറ്റേ ബിരിയാണിയില്ലേ ഇത് ഉണ്ടാക്കാറ്? മറ്റേ തമിഴ്നാട് സ്റ്റൈൽ മന്തി ഉണ്ടാക്കാറില്ലേ? അല്ല ചിക്കൻ ആമ്പൂർ ബിരിയാണി. അതല്ല തൽക്കാലത്തേക്ക് സൂപ്പിലേക്ക് ഒഴിക്കാം. അതാർക്കറിയാം. ബാക്കി ആരെങ്കിലും ഒരാളുടെ കയ്യിൽ ബാക്കി ഉണ്ടാവല്ലോ. ഇനി ഗുണാഫ കഴിക്കണ്ടേ? ഗുണാഫ കഴിക്കാം. കാലൊക്കെ മരേച്ചാ അതിന്റെ കഴിഞ്ഞു എനിക്കാം. കൈ ഒന്ന് കഴിയട്ടെ. ഇത് ഇത് സാധാരണ കുനാഫ. കുനാഫ ക്രീമോ? ഇതിൽ ചീസ് ഉണ്ട്. എല്ലാവരും അതെ സിറപ്പ് അധികം ഇല്ലെന്ന് തോന്നുന്നു. അത് സോഫ്റ്റ് ആണ് അല്ലല്ലോ. അടിയിലെത്തിയിട്ടില്ല. സിറപ്പ് വേണം കുറച്ചുകൂടെ. വേണ്ട എന്നാ അത് കഴിച്ചു നോക്കാം. സുൽത്താൻ മുഴുവനൂടെ ഇട്ട് കഴിയും. താഴെ പോട്ടെ. അതാണ് കുനാഫ. അത് കുനാഫ. അതിനകത്ത് വേറെ സാധനം. അത് എന്തൊരു ഞാൻ കഴിച്ചോട്ടെ. നീ തന്നെ കഴിക്കണം. പാൽക്കഞ്ഞി കുടിക്കുന്നുണ്ടോ? ഇത് ഐസ്ക്രീമില് ഇട്ട കുനാഫ. ഐസ്ക്രീമിലിട്ട കുനാഫ. പക്ഷെ വലിയ മധുരം ഇല്ലല്ലേ? ഓവറല്ല മൈൽഡ് തന്നെയാ. പോലെ കഴിഞ്ഞു ഒക്കെ തീർത്തുണ്ട്. പോവാ പോവാമേ. ഇഷ്ടമായി അമ്മക്ക്? ഹസിക്കുട്ടനെവിടെയാ? ദേക്കണ് മറ്റേ അറബീന്റെ അടുത്ത് എടുക്കാൻ പറയണ്ടാവും. ഇപ്പൊ ആ സൈസിന് തയ്ച്ചു കൊടുത്തും കാണും. കഴിഞ്ഞ ദിവസേ എവിടെ പോയപ്പോഴാണ്? ഓൾഡ് വില്ലേജാ. അവിടെ ചെന്നപ്പോ ഇതുപോലത്തെ സാധനം ഉണ്ടായി. ആള് വിളിച്ചിട്ട് കരഞ്ഞിട്ട് അവൻ ഇടുക്ക് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ ഡമ്മി എടുക്കാനോ? ഡമ്മിയോട് അവനോട് എടുക്കാൻ എടുക്കുന്നു. വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ക്രീം ബൺ കഴിച്ചു നോക്ക്. ക്രീം ബൺ കഴിച്ചു നോക്ക്. എല്ലാം കഴിച്ചു നോക്കിയടി. ഇത് കഴിച്ചു നോക്ക എന്നിട്ട് പറ. അല്ല ഇത് നല്ല രസമുണ്ട്. കഴിച്ചു നോക്ക എങ്ങനെയുണ്ടെന്ന് പറ. പൊന്നസേ ക്രീം ബൺ കഴിക്കണേ. നിനക്ക് കഴിക്കാൻ വേണ്ടി ആ വെളിച്ചത്തുനിന്ന് കഴിക്കണ്ട. കഴിച്ചോക്ക്. എന്താണ് ഇങ്ങനത്തെ ഒരു ക്രീം ബണ്ണിനകത്ത് പിന്നെ നിനക്ക് ഉണ്ടാവാ? വേണ്ടാന്നാ? അന്തി വേണ്ടാതെ രണ്ടാമത്തെ അടിയാണല്ലോ ഇപ്പൊ കടിച്ചേ. എങ്ങനെയുണ്ട്? ക്രീം ബണ്ണില് ക്രീം ഉണ്ടാവാ. അത് ഫിലിപ്പിനി കൊച്ചാണോ? ഞാൻ വിചാരിച്ച കൊച്ചിക്ക് തെറിച്ചു പോയത്. ഓക്കെ അപ്പൊ നാളെ രാവിലെ നാളെ കൃത്യസമയത്ത് വന്നോളൂ.
നമ്മള് തിരിച്ച് നമ്മളുടെ റൂമിന്റെ അവിടെ ഇതാണ് നമ്മളുടെ റൂം. ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. രാത്രി സമയം 1 മണി 1:15 ആവണം. എന്തിനെന്ന് വെച്ചാല് അന്ന രാവിലെ പോര് അന്ന ഇന്നും കൂടി കഴിച്ച് നമ്മുടെ കൂടെ ഉള്ളൂ. അന്ന രാവിലെ അന്നയുടെ ജോലി സ്ഥലത്തേക്ക് പോകും. ജോലി സ്ഥലം പറയണില്ല, സ്ഥലം എവിടെയാ? റാസൽഖോറിലാണ് അന്ന ജോലി ചെയ്യണത്. അപ്പൊ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ഞങ്ങൾ ഉറക്കെ പറയണില്ല, കാരണം അപ്പുറത്തപ്പുറത്തൊക്കെ എല്ലാവരും ഉറക്ക പറയാത്ത എല്ലാവരും കിടന്ന് ഉറങ്ങണം. അപ്പൊ അത്രയ്ക്കുള്ള കേസ് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ബൈ 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 ബൈ. എന്തിനാണ് നിനക്ക് പറയാനുള്ളത്? അന്നാനി തിരിച്ച് നാട്ടിൽ വരുമ്പോ കാണാം നമുക്ക്. എന്തെങ്കിലും പറയാനോ നിനക്ക്?